ഇത് വലിയ കുടുംബമായിരുന്നു. അതെ, അമ്മാമ്മേന്റെ അപ്പൻ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നെന്നാ ഞാൻ കേട്ടേക്കുന്നേ. പലചരക്ക് കട, റേഷൻ കട, പച്ചമരുന്ന് കട, പച്ചക്കറി കച്ചവടം, അങ്ങനെ കുറെ. ഇത് പോരാഞ്ഞിട്ട് അമ്മാമ്മയുടെ അമ്മയ്ക്കും വേറെ കുറെ ബിസിനസ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതെന്ത് കാര്യമാണ്? പണ്ട് ചിന്നമ്മാമ്മയുടെ അപ്പൻ കൊച്ചിയിലെ ചരക്കെടുക്കാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അന്നത്തെ കുട്ടി ചിന്നമ്മയുടെ കയ്യിൽ നിന്നും ഒരു പിടി കാശ് കിട്ടാതെ അപ്പൻ വീട് വിട്ട് പുറത്തിറങ്ങില്ല. ചിന്നമ്മാമ്മയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടാതെ പോയാൽ നല്ല ചരക്ക് കിട്ടില്ല എന്നാണ് അപ്പൻ പറയാറ്. അപ്പ കുക്കിങ്ങില് മാത്രമല്ല കൈപുണ്യം. അല്ല, നമ്മുടെ അപ്പാപ്പനെ എപ്പോഴാണ് അമ്മാമ്മക്ക് കിട്ടിയത്? 1952 മെയ് 12 ചെറായിലെ ഇടവക ദേവാലയത്തിൽ വെച്ച് ഇരുവരും വിവാഹം എന്ന കൂതാശ വഴി ഒരു കുടുംബമായി. ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? വൺ സൈഡ് ലവ് ആണെന്ന് അമ്മാമ്മ പറഞ്ഞത്. വൺ സൈഡ് ലവോ? ആർക്ക്? കേൾക്കട്ടെ. കല്യാണത്തിന് മുന്നേ ഇവർ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുമായിരുന്നു. ഇവർ ബന്ധുക്കളായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ അപ്പാപ്പന് അമ്മാമ്മയോടൊരിഷ്ടം. മാന്യനായ നമ്മുടെ അപ്പാപ്പൻ അത് വീട്ടിൽ പറഞ്ഞു. പക്ഷേ അമ്മാമ്മയുടെ ആങ്ങള വില്ലനായി, നടക്കില്ല എന്ന് പറഞ്ഞു. പാവം നമ്മുടെ അപ്പാപ്പൻ സങ്കടം സഹിക്കാനാവാതെ നാട് വിട്ടു. അപ്പാപ്പന്റെ ആ സ്നേഹത്തിന് മുന്നിൽ പിന്നെ ആർക്കും നോ പറയാൻ പറ്റില്ല. അമ്പട കള്ള, അപ്പാപ്പനാള് കൊള്ളാല. പിന്നെ അപ്പാപ്പനെ തെറ്റു പറയാൻ പറ്റുമോ? അത്രയ്ക്ക് സുന്ദരിയായിരുന്നില്ല നമ്മുടെ അമ്മാമ്മ. അതിനിപ്പ എന്താ മോശം? അപ്പൊ അന്നത്തെ കാര്യം പിന്നെ പറയണോ? കല്യാണം കഴിഞ്ഞ് അന്തോണിപ്പാപ്പനും അന്തോണിപ്പാപ്പന്റെ അപ്പനും കൂടി ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. എന്ത് കോമ്പറ്റീഷൻ? പിള്ളേരുണ്ടാക്കുന്ന കോമ്പറ്റീഷൻ. എന്നിട്ട് ആര് ജയിച്ചു? അത് അന്തോണിപ്പാപ്പന്റെ അപ്പൻ ജയിച്ചു. രണ്ടു കുട്ടിയിലും കൂടി 17 പിള്ളേര്. എന്റെ അമ്മോ, അത് കൊള്ളാലോ. അതോ, ഇവരെ മുഴുവനും നോക്കിയത് നമ്മുടെ അമ്മാമ്മയല്ലേ, അതും 17ാം വയസ്സിൽ. അതിനൊരു ക്രെഡിറ്റ് കൊടുക്കണ്ടേ? അപ്പൊ നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും എത്ര പിള്ളേരുണ്ടായി? അവരുടെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ അവർക്ക് 7 മക്കളുണ്ടായി. 3 ആൺമക്കളും 4 പെൺമക്കളും. അങ്ങനെ അവർ ഒരു കുടുംബമായി സന്തോഷത്തോടെ ജീവിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഇവരെല്ലാരും ജനിച്ചു വളർന്ന കാരണക്കോടത്ത് നിന്നും രാജനഗരി എന്ന് പേര് കേട്ട തൃപ്പൂണിത്തുറായുടെ സ്വന്തം പുതിയകാവിലേക്ക്